What is an equivalence class? Suppose A is any set and R is a relation on A and X is an element of A, then the equivalence class of X is A എന്നൊരു സെറ്റ് ഉണ്ട്, എക്സ് എയിലെ എലമെന്റ് ആണ്. അപ്പോൾ ഒരു റിലേഷനിൽ എക്സുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ, എക്സുമായിട്ട് റിലേഷനുള്ള എയിലുള്ള ആൾക്കാരുടെ കളക്ഷനെയാണ് എക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈകളുടെ കളക്ഷൻ, എക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എയിലെ എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ ദ എലമെന്റ് എക്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, define a relation R on Z by x related to y is equal to 4 divides x minus y. നമ്മൾ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും ഇല്ല? എങ്ങനെയാ ഇവിടുത്തെ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, നമുക്കറിയാലോ. എങ്ങനെയാ? we have x എന്താണ് എ ഡിവൈഡ്സ് ബിന്റെ ഡെഫിനിഷൻ അറിയാത്തവരാരുണ്ടോ? വാട്ട് ഈസ് എ ഡിവൈഡ്സ് ബി എന്ന് വെച്ചാൽ? എ ഡിവൈഡ്സ് ബി എന്ന് വെച്ചാൽ മീനിങ് എന്താ? എ ഡിവൈഡ്സ് ബി എന്ന് വെച്ചാൽ എന്താ? ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ എന്നാണ്. ബി ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എ എന്നാണ് അല്ലെ? ഇവിടെ നമുക്ക് ആ 4 ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ ആണ്. വി ഹാവ് x minus x is equal to 0 അല്ലേ? 0 is equal to 4 into 0 എന്ന് എഴുതാമല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 0 അല്ലേ? So x minus x is equal to multiple of 4 എന്ന് എഴുതാം, multiple of 4. അപ്പോൾ എന്താ? 4 divides x minus x. So നമ്മൾ എന്ത് പറയും? x related to x, ഏത് x എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യല്ലോ. അപ്പോൾ for all x belongs to z, so R is reflexive on z അല്ലേ? R is reflexive on z. Number 2, suppose x related to a, x related to y and suppose x related to y, x related to y എന്ന മീനിങ് എന്താ? 4 divides x minus y അല്ലേ? 4 divides x minus y എന്ന് വെച്ചാലോ, that is x minus y is equal to k into 4 അല്ലേ? അല്ലെങ്കിൽ 4k അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? മീനിങ് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4, ഞാൻ കെന്റെ മൾട്ടിപ്പിൾ നടക്കുന്നല്ലേ എന്ന് വെച്ചാൽ എന്താ? 4 സം k element of z. അപ്പോഴോ x മൈനസ് y ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 4k. ഞാനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? k ഒരു ഇന്റിജർ ആണല്ലോ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഓഫ് x മൈനസ് y ഈസ് ഈക്വൽ ടു മൈനസ് 4k അല്ലേ? തിരിച്ചിട്ട് y മൈനസ് x ആവില്ലേ? y മൈനസ് x ഈസ് ഈക്വൽ ടു 4 into minus k അല്ലെ? മൈനസ് k ഇന്റിജർ ആണല്ലോ അല്ലെ? ഇപ്പൊ മീനിങ് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 ആയില്ലേ? അപ്പോൾ y മൈനസ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 ഡിവൈഡ്സ് y മൈനസ് എക്സ്. ഇതിന്റെ മീനിങ് എന്താ? ദസ് 4 ഡിവൈഡ്സ് y മൈനസ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4 ഡിവൈഡ്സ് y മൈനസ് എക്സ് ആകുമ്പോൾ എന്താവും? 4 ഡിവൈഡ്സ് y മൈനസ് എക്സ് ആകുമ്പോൾ y റിലേറ്റഡ് ടു എക്സ് ആവും അല്ലേ? അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ എന്ന് തുടങ്ങി y റിലേറ്റഡ് ടു എക്സ് എത്തി. അടുത്ത് 3. അപ്പോൾ എന്തായി? ഇറ്റ് ഇംപ്ലൈസ് R is symmetric. ഇനി ട്രാൻസിറ്റീവ് പറയാൻ വേണ്ടി എന്ത് ചെയ്യുക? സപ്പോസ് A related to B and B related to C. എന്ത് കാണിക്കണം? A related to C എന്ന് കാണിച്ചാൽ ഇത് R എന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആവുമല്ലോ. A related to B ന്റെ മീനിങ് എന്താ? 4 divides
a minus b. And b related to c ന്റെ meaning എന്താ? 4 divides b minus c. 4 divides a minus b എന്ന് വെച്ചാൽ meaning എന്താണ്ടോ? a minus b is a multiple of 4. 4 divides b minus c ന്റെ meaning എന്താ? b minus c is a multiple of 4. അല്ലേ? That is a minus b is equal to 4n and b minus c is equal to 4m. അല്ലെ? Multiple of 4 ആണ്. അല്ലെ? 4 some integers m and n. മനസ്സിലായില്ലേ? അതായത് ഈ 4 divides a minus b യുടെ മീനിങ് എന്താ? a minus b is a multiple of 4 എന്നല്ലേ? a minus b is equal to multiple of 4. 4 divides b minus c ആകുമ്പോഴോ b minus c is a multiple of 4. അപ്പോഴോ a minus b is equal to 4n, b minus c is equal to 4m. Thus നമ്മൾ ആഡ് ചെയ്യാലോ, രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താലോ, a minus b plus b minus c എന്താവും? 4n plus 4m അല്ലേ? ഇവിടെ b minus b കട്ട് ചെയ്താൽ a minus c മാത്രമാവും ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ഇപ്പോഴെന്താ 4 into n plus m. n ഉം m ഉം ഇൻറ്റിജർ ആണെങ്കിൽ n plus m ഉം ഇൻറ്റിജർ ആണെങ്കിലോ അപ്പൊ എന്താ ഈ മൾട്ടിപ്പിൾ ഓഫ് 4 ആയല്ലോ. അപ്പോൾ എന്താ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വെച്ചാൽ 4 ഡിവൈഡ്സ് a minus c അല്ലേ? a minus c is a multiple of 4 എന്ന് വെച്ചാൽ 4 ഡിവൈഡ്സ് a minus c അല്ലേ? therefore എന്ത് പറയാം? a related to c. hence r is transitive. Therefore the relation r is reflexive ആയി, symmetric ആയി, transitive ആയി. So the relation r is an equivalence relation. An equivalence relation on z. ഈ z എന്ന സെറ്റിലാണല്ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ റിലേഷൻ. equivalence relation on set of all integer set z. അല്ലേ? ഇനി നമുക്ക് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് വേണ്ടത് ഇക്വാലൻസ് ക്ലാസ് ആണ്. അപ്പൊ ആർ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്. എ എന്ന സെറ്റിലെ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് ആണെങ്കിൽ എക്സ് എയിലെ ഒരു എലമെന്റ് ആണെങ്കിൽ ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ എക്സ് എന്ന് പറയുന്നത് ആരാണ്? എക്സുമായിട്ട് റിലേറ്റഡ് ആവുന്ന എല്ലാ ആൾക്കാരും അല്ലേ? അപ്പോൾ ഇക്വാലൻസ്, അപ്പൊ ഞാൻ എടുക്കുന്നു ലെറ്റ് 0 എലമെന്റ് ഓഫ് ഇസെഡ്. ഇസെഡ് എന്ന സെറ്റ് ആണല്ലോ നമുക്ക് ഇവിടെ പ്രാധാന്യം. then the equivalence class determined by 0 is the equivalence class determined by 0 ആരാണ്? equivalence class determined by 0 is this is equal to equivalence class determined by 0 is equal to set of all x in z such that x related to ആരാ? 0. 0യുമായിട്ട് റിലേറ്റഡ് ആവുന്ന ആൾക്കാർ എന്ന് വെച്ചാലാണ് സെറ്റ് ഓഫ് ഓൾ x in z such that x related to 0 എന്ന് വെച്ചാലാണ് 4 divides x minus 0 എന്നല്ലേ? 4 divides x minus 0 ശരിയല്ലേ? അതിൽ ഇവിടുത്തെ റിലേഷൻ equivalence class determined by 0 is equal to set of all x in z such that 4 divides x minus 0 x 4 divides x അല്ലേ? അപ്പോ 4 divides x. The equivalence class determined by 0 is set of all integers x such that 4 divides x means x is equal to multiple of 4 അല്ലേ? ഇവിടെ 4 ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാ? ഇന്റിജർ അല്ലേ? 4 ന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആരൊക്കെയാ? -8, -4, -4,
8, 12 ഇങ്ങനെ പോകുന്നതല്ലേ? Equivalence class determined by 0. 4ഉം 4ന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് എല്ലാം വന്നല്ലേ? അതാണ് equivalence class determined by 0 വന്നത്. ഇനി 1 എടുക്കാം. 1 element of Z. ഇനി then the equivalence class determined by 1 എന്താ? Then the equivalence class determined by 1. Equivalence class determined by 1. Equivalence class determined by 1 എന്താ? Equivalence class determined by 1 സിമ്പിൾ ഇതല്ലേ? is equal to set of all x in Z such that ആരാ x related to 1 അല്ലേ? ആരായിട്ട് x related ആവും? x related to 1 എന്ന് വെച്ചാൽ set of all x in Z such that x related to 1 എന്ന് മീനിങ് എന്താ? x minus 1 അങ്ങനെ 4 divides x minus 1 എന്നല്ലേ? 4 divides x minus 1. 4 divides x minus 1. അപ്പോൾ equivalence class determined by 1 is equal to set of all x in Z such that that 4 divides x minus 1 meaning എന്താ? x minus 1 is a multiple of 4 എന്നല്ലേ? x minus 1 is a multiple of 4. Is a multiple of 4. X minus 1 is a multiple of 4. X minus 1 is a multiple of 4 means x minus 1 is equal to 4k. അപ്പോൾ എന്താവും? Set of all x in Z such that x minus 1 equal to 4k ന്റെ മീനിങ് എന്താ? x is equal to 4k plus 1. അതായത് 4ന്റെ മൾട്ടിപ്പിളിനോടൊപ്പം 1 ആഡ് ചെയ്യുന്നതാണ്. അല്ല ഇതിന്റെ മീനിങ് എന്താ? 4ന്റെ മൾട്ടിപ്പിളിനോടൊപ്പം 1 ആഡ് ചെയ്യുക. അപ്പോൾ ആരാ? 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 1 ആഡ് ചെയ്താൽ എന്തൊക്കെ വരും? അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാലോ. ഏതാ? -8, -4 അല്ലേ? പിന്നെ 0 അല്ലേ? 4, 8 ഇങ്ങനെ പോകുന്നതല്ലേ? ആരാ? 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്താലോ? -8 plus 1, -4 plus 1, 0 plus 1, 4 plus 1, 8 plus 1. -8 plus 1 ആരാ? -8 plus 1 ആരാ? -7 അല്ലേ? അപ്പോൾ എക്സെട്രാ -7. പിന്നെ ആരാ? -4 plus 1 ആരാ? -4 plus 1 -3. പിന്നെ ആരാ? -3. അടുത്ത് 0 plus 1, 0 plus 1 1. അടുത്ത 4 plus 1, 4 plus 1 5 അല്ലേ? അടുത്ത് 8 plus 1 7 എക്സെട്രാ അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 5 7 എക്സെട്രാ ഇങ്ങനെ പോകുന്ന സെറ്റാണ് ആരാ? ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1. ദിസ് ഈസ് ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1. നേരത്തെ കണ്ടല്ലോ ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 0 ആര് വന്നു? ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 0 ആരാ വന്നേ? 4ന്റെ മൾട്ടിപ്പിൾസ്. ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1 ആരാ വന്നേ? 4ന്റെ മൾട്ടിപ്പിൾസിനോട് 1 ആഡ് ചെയ്ത ആൾക്കാരാ വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആരാ? നിങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരിക്കുകയാണ്. 8 plus 1 9 അല്ലേ ഇവിടെ വരിക? 4 plus 1 5, 8 plus 1 9 അല്ലേ? ഇതൊക്കെ ചുമ്മാ കേൾക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? അടുത്ത് ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 2 element of Z. Then the equivalence class determined by 2. Then the equivalence class determined by 2 എന്തോടോ?
equivalence class determined by 2 is equivalence class determined by 2 is equal to set of all x in z such that x related to 2 is equal to set of all x in z such that x related to 2 ന്റെ meaning എന്താ 4 divides x minus 2 എന്നല്ലേ 4 divides x minus 2 ന്റെ meaning എന്താ set of all congruence class set of all x in z such that 4 divides x minus 2 x minus 2 is a multiple of 4 x minus 2 is equal to multiple of 4 ശരിയല്ലേ set of all x in z such that x minus 2 is equal to 4k is equal to set of all x in z such that x minus 2 is equal to 4k means x is equal to 2 plus 4k അല്ലേ അതായത് 4 ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 2 ആഡ് ചെയ്യണം 4 ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 2 ആഡ് ചെയ്യണം 4 ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ എക്സെട്ര 4 ന്റെ മൾട്ടിപ്പിൾസ് -8 -4 0 2 0 4 8 ഇങ്ങനെ പോകും അല്ലേ ഇതിനോടൊപ്പം ആരെ ആഡ് ചെയ്യണം 2 ആഡ് ചെയ്യണം ഇതിനോടൊപ്പം 2 ആഡ് ചെയ്താലോ -8 plus 2 -4 plus 2 0 plus 2 4 plus 2 8 എല്ലാ എലിമെന്റ്സിനോടും 2 ആഡ് ചെയ്യണം അപ്പോൾ equivalence class determined by 2 is equal to ആരാ വരിക -8 plus 2 ആരാ -6 -4 plus 2 -2 0 plus 2 2 4 plus 2 6 8 plus 2 10 ഇങ്ങനെ പോകും അല്ലേ ഇതാണ് equivalence class determined by 2 equivalence class determined by 1i equivalence class determined by 2i equivalence class determined by 0i next 3 element of z then the equivalence class determined by 3 എന്താടോ then the equivalence class determined by 3 in the equivalence class determined by 3 എന്താ equivalence class determined by 3 denote ചെയ്യുന്നത് എങ്ങനെയല്ലേ equivalence class determined by 3 is equal to set of all x in z അല്ലേ set of all x in z such that x related to 3 x related to 3 ആരാ is equal to set of all x in z such that x minus 3 is a multiple of 4 ശരിയല്ലേ അങ്ങനല്ലേ 4 divides x minus 3 എന്നല്ലേ നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയല്ലേ 4 divides x minus 3 So equivalence class determined by 3 is equal to set of all x in z such that 4 divides x minus 3 that is x minus 3 is a multiple of 4 x minus 3 is a multiple of 4 is equal to set of all x in z such that x minus 3 is a multiple of 4 means x minus 3 is equal to 4 in the multiple 4k 4 into 1 4 into 2 etc. So set equivalence class determined by 3 is equal to set of all x in z such that x is equal to 3 plus 4k is equal to set of all 4 in the multiples ആരൊക്കെയാ -8 അല്ലേ -4 എക്സെട്ര ഉണ്ട് അങ്ങോട്ട് അല്ലേ 0 4 8 എക്സെട്ര
അല്ലേ? ഇവിടെ എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം അല്ലേ? 3 ആഡ് ചെയ്യണം. 3 പ്ലസ് 3 പ്ലസ് 3 അല്ലേ? 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്നത് അതാണല്ലോ ഇക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 3. സെറ്റ് ഓഫ് ഓൾ എക്സെട്ര -8 പ്ലസ് 3 -5 അല്ലേ? -4 plus 3 -1 0 plus 3 3 4 plus 3 7 8 plus 3 11 etc. This is the equivalence class determined by 3. At the 4 element of Z. Then the equivalence class determined by 4 and the equivalence class determined by 4 is set of all integers such that x related to 4 is equal to set of all integers x such that x related to 4 ന്റെ മീനിങ് എന്താ? x related to 4 ന്റെ മീനിങ് എന്താ? 4 divides x minus 4 അല്ലേ? അതാണല്ലോ ഡെഫിനിഷൻ. റിലേഷന്റെ ഡെഫിനിഷൻ അങ്ങനെയല്ലേ? നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 4 എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇസ് x in z such that 4 divides x minus 4 എന്ന് വെച്ചാൽ x minus 4 is a multiple of 4 for 4k. So equivalence class determined by 4 is equal to set of all integer set z set of all integers x such that x is equal to 4 plus 4k. എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം ആരെ ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. തൊട്ടുമ്പോ കണ്ട 4ന്റെ മൾട്ടിപ്പിൾസിനോട് 3 ആഡ് ചെയ്യണം. അതാണ് 3ന്റെ ക്ലാസ് ആയിരുന്നത്. 2ന്റെ ക്ലാസ് ആരായിരുന്നു? 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 2 ആഡ് ചെയ്യണം അല്ലെ? 1ന്റെ ക്ലാസ് എന്തായിരുന്നു? 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 1 ആഡ് ചെയ്യണം. 0ന്റെ ക്ലാസ് എന്തായിരുന്നു? 4ന്റെ മൾട്ടിപ്പിൾസ് തന്നെയായിരുന്നു അല്ലെ? 0 ആഡ് ചെയ്യണം. 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം 0 ആഡ് ചെയ്യണം. ഇതാണ് 4ന്റെ മൾട്ടിപ്പിൾസ്. ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾസിനോട് 4 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ എന്താ ഒരു ഇക്വലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 4 is equal to set of all integers x such that x is equal to 4 plus 4k. അപ്പോൾ എക്സെട്ര 4ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെ? എക്സെട്ര -8 അല്ലേ? -8 -4 0 2 4 8 എക്സെട്ര. ആരെ ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം അല്ലെ? ഇവിടെയും 4 ആഡ് ചെയ്യുക, ഇവിടെയും 4 ആഡ് ചെയ്യുക, എല്ലായിടത്തും 4 ആഡ് ചെയ്യുക. 4ന്റെ മൾട്ടിപ്പിൾസിനോടൊപ്പം ആരെ ആഡ് ചെയ്യണം? 4 ആണെങ്കിൽ ഇവിടെ ഒരു ടൈം കൂടി ഇവിടെ എങ്ങനെ എഴുതാം? ഇക്വലൻസ് ക്ലാസ് എക്സെട്ര -8 മുമ്പുള്ളത് ആരോ? -12 അല്ലേ? -12 plus 4. So equivalence class determined by 4 is equal to etc. -12 plus 4 is -8. -8 plus 4 is -4. -4 plus 4 is 0. 0 plus 4 is 4. 4 plus 2 is equal to ഇവിടെ 2 ഇല്ലല്ലോ. 2 കൂടി 4ന്റെ മൾട്ടിപ്പിൾസിൽ 2 വരും അല്ലേ? 0 plus 8 അങ്ങനെയാണല്ലോ. 4 8 etc. ഇതാണ്
ഇതാണ് ഫോറിന്റെ ക്ലാസ്. പക്ഷെ നോക്കിയേ, ഈ ഫോറിന്റെ ക്ലാസ്സും വേറെ ഏതോ ഒരു ക്ലാസ്സുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ആര്? സീറോന്റെ ക്ലാസ് നോക്കിയേ, സീറോന്റെ ക്ലാസ് ഇവരല്ലേ, സീറോ ഇതല്ലേ ഫോറിന്റെ മൾട്ടിപ്പിൾസ്. ഫോറിന്റെ ക്ലാസ് നോക്കിയേ, ഫോറിന്റെ ക്ലാസ്സും ഫോറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നു. അപ്പോൾ ഫോറിന്റെ ക്ലാസ്സും സീറോന്റെ ക്ലാസ്സും സെയിം ആണ്, ശരിയല്ലേ? അതുപോലെ തന്നെ അടുത്ത് 5ന്റെ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചാൽ എന്താ വരിക? ഇപ്പോൾ 5 എലമെന്റ് ഓഫ് ഇസഡ് ആണ്. എന്താ ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 5 എന്തായിരിക്കും? എന്താ ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 5 എന്താ? ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 5 ഇതല്ലേ? Equivalence class determined by 5 is equal to set of all x integers such that 4 divides the meaning in the set of all x such that x related to r, x related to 4, x related to 5 അല്ലേ? 5ന്റെ ക്ലാസ് അല്ലേ? is equal to set of all integers x such that x related to 5 means 4 divides x minus 5 അങ്ങനെയല്ലേ? 4 divides x minus 5. Now the meaning in the set of all x in Z such that 4 divides x minus 5 എന്നാൽ x minus 5 is a multiple of k എന്നാണ്. x minus 4 divides x minus 5 x minus 5 is a multiple of 4 എന്നാണ്. അപ്പോൾ x minus 5 is equal to 4k. അപ്പോൾ എന്താ equivalence class determined by 5 is equal to set of all integers is x such that അല്ലേ? set of all integers x such എന്ന് പറയുന്നതാണ് set of all x in z എന്നാണ്. z ആണല്ലോ integer set നെ denote ചെയ്യുന്നത്. x is equal to 5 plus 4k, where k is an arbitrary integer. So equivalence class determined by 5 is equal to, നോക്കിയേ എന്താ ഇതിന്റെ മീനിങ് എന്താ? 4ന്റെ മൾട്ടിപ്പിളിനോട് 5 ആഡ് ചെയ്യുന്നതല്ലേ അല്ലേ? 4ന്റെ മൾട്ടിപ്പിളിനോട് 5 ആഡ് ചെയ്യണം. 5 പ്ലസ് മൈനസ് 12 അങ്ങനെയല്ലേ? 5 പ്ലസ് മൈനസ് 8 ശരിയല്ലേ? 5 പ്ലസ് മൈനസ് 4 ശരിയല്ലേ? 5 പ്ലസ് 0, 5 പ്ലസ് 4, 5 പ്ലസ് 8 ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? ഇങ്ങനെ പോകുന്നതാണ് ആരാ? ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 5. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് equivalence class determined by 5 is equal to set of all minus 5 plus minus 12 is minus 7, 5 plus minus 8 is minus 3, 5 plus minus 4 is 1, 5 plus 0 is 5, 5 plus 4 is 9, 5 plus 8 is 13 അങ്ങനല്ലേ പോവാ? ഇതല്ലേ? ഓക്കെ, ഈ ക്ലാസ്സും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. ആരാ? ഇതേ ക്ലാസ്സും വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. 5ന്റെ ക്ലാസ് തന്നെയല്ലേ? നോക്കിയേ, 1ന്റെ ക്ലാസ് -7 -3 1 5 9 ശരിയല്ലേ? അപ്പോൾ 0ന്റെ ക്ലാസ് തന്നെയാണ് 4ന്റെ ക്ലാസ്, 1ന്റെ ക്ലാസ് തന്നെയാണ് 5ന്റെ ക്ലാസ്. അതുപോലെ ഇനി അടുത്ത് 2ന്റെ ക്ലാസ് ആരായിരിക്കും? 2ന്റെ ക്ലാസ് തന്നെയായിരിക്കും 6ന്റെ ക്ലാസ്, 3ന്റെ ക്ലാസ് തന്നെയായിരിക്കും 7ന്റെ ക്ലാസ്. അങ്ങനെ പോകും അല്ലേ? ശരിയാവണുണ്ടോ? സിമിലർലി that is we see that the equivalence class determined by 0 is same as the equivalence class determined by 4. Equivalence class determined by 1 is equivalence class determined by 5. Similarly we can see that equivalence class determined by 4 is equivalence class determined by 6. Equivalence class determined by 3 is equivalence class determined by 7 അല്ലേ? ശരിയാണോ? നിങ്ങൾ നോക്കിയാലും മതി. 4ന്റെ ക്ലാസ് ആയിരുന്നു ആരെ ക്ലാസ്? 4ന്റെ ക്ലാസ്സും 0ന്റെ ക്ലാസ്സും സെയിം ആയിരുന്നു. 5ന്റെ ക്ലാസ്സും ഇത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 1ന്റെ ക്ലാസ്സും സെയിം ആയിരുന്നു. Similarly we can see that equivalence class determined by 6 is equivalence class determined by 2. Equivalence class determined 7 is
equivalence class determined by 3 etc. അല്ലേ? equivalence class determined by 8 is അത് വീണ്ടും എന്താവും 0 അല്ലേ? equivalence class determined by 8 is വീണ്ടും equivalence class determined by 0 ആവും. 9ന്റെ ക്ലാസ് എന്തായിരിക്കും? അത് 1ന്റെ ക്ലാസ്സിന് ഈക്വൽ ആയിരിക്കും. 10ന്റെ ക്ലാസ് എന്തായിരിക്കും? അത് 2ന്റെ ക്ലാസ്സിന് ഈക്വൽ ആയിരിക്കും. 11ന്റെ ക്ലാസ് എന്തിനായിരിക്കും? അത് വീണ്ടും അത് 3ന്റെ ക്ലാസ് ആയിരിക്കും. ഇങ്ങനെ പോകും. അപ്പൊ എത്ര ഡിസ്റ്റിങ്ക്ട് ഇക്വാലൻസ് ക്ലാസ്സസേ ഉള്ളൂ ഈ റിലേഷനിൽ? ഇവിടെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. the relation R1 is set by x related to y if and only 4 divides x minus y എന്ന റിലേഷനിൽ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഇനി അവിടുത്തെ ഇസഡിലെ ഓരോ എലമെന്റിന്റെ ഇക്വാലൻസ് ക്ലാസ് എഴുതിയിരിക്കുന്നത്. 0ന്റെ ഇക്വാലൻസ് ക്ലാസ് ഇതേ ക്ലാസ്സിനെ 4നും വന്നു ചെയ്തപ്പോൾ. ഇതാണ് 1ന്റെ ക്ലാസ് ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 1. ഇതേ ക്ലാസ് തന്നെ 5നും വന്നു. അത് ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 2. ഇതേ ക്ലാസ് തന്നെ 6ന്റെ ക്ലാസ്സിനും വരും. ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 3 ഇതേ ക്ലാസ് തന്നെ 7ന്റെ ക്ലാസ്സിനും വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ നോക്കിയേ, ഡിസ്റ്റിങ്ക്ട് ക്ലാസ് ഒക്കെ ഏതൊക്കെയാ? അല്ലേ? ദാറ്റ് ഈസ് only 4 distinct classes. Only 4 distinct classes. ഏതൊക്കെയാ? 0ന്റെ ക്ലാസ്. 0ന്റെ ക്ലാസ്സിന് പറഞ്ഞാൽ ബാക്കി 4ന്റെ ക്ലാസ് എഴുതണമെങ്കിൽ അത് എഴുതാം. രണ്ടും ഒരേ ക്ലാസ് ആണല്ലോ. -8 -4 0 4 8. അടുത്ത് 1ന്റെ ക്ലാസ് അല്ല -7 -3 1 5 9 എക്സെട്ര. അടുത്ത് 2ന്റെ ക്ലാസ്. 2ന്റെ ക്ലാസ് നമ്മൾ കണ്ടല്ലോ. അതാ -6 -2 2 6 10 എക്സെട്ര. അടുത്ത് 3ന്റെ ഇക്വാലൻസ് ക്ലാസ് ആരാ വരിക? -5 -1 3 7 11 എക്സെട്ര. നിങ്ങൾ നോക്കി ഇത്രയും ഡിസ്റ്റിങ് ക്ലാസ്സേ ഉള്ളൂ. ഈ 4 ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്ത് നോക്കി എന്താ അറിയാം? 0ന്റെ ക്ലാസിന്റെ യൂണിയൻ, 1ന്റെ ക്ലാസിന്റെ യൂണിയൻ, 2ന്റെ ക്ലാസിന്റെ യൂണിയൻ, 3ന്റെ ക്ലാസിന്റെ യൂണിയൻ. ഈ 4 ക്ലാസ് എടുത്തിന്റെ യൂണിയൻ എടുത്തേക്ക് നോക്കി. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 11. ലെഫ്റ്റ് സൈഡിൽ നോക്കി -1 -2 -3 -4 -5 -6 -7 -8. മൊത്തത്തിൽ എന്ത് കിട്ടും? ഇവിടെ എത്ര ഡിസ്റ്റിങ് ക്ലാസ്സേ ഉള്ളൂ? 4 ഡിസ്റ്റിങ് ക്ലാസ്സുകളേ ഉള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സുകളും ഐഡന്റിക്കൽ ഒന്നുകിൽ ബാക്കിയെല്ലാം ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് ഐഡന്റിക്കലാണ്. Also we can easily see that ഏതാ 0ന്റെ ക്ലാസ് യൂണിയൻ അല്ലേ, 1ന്റെ ക്ലാസ് യൂണിയൻ, 2ന്റെ ക്ലാസ് യൂണിയൻ, 3ന്റെ ക്ലാസ് ഈക്വൽ ടു അല്ലേ, 1ന്റെ ക്ലാസ് 0ന്റെ ക്ലാസ് യൂണിയൻ, 1ന്റെ ക്ലാസ്, 2ന്റെ ക്ലാസ്, 3ന്റെ ക്ലാസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇവിടെ സെറ്റ് ഓഫ് ഓൾ ഇന്റിജർ സെറ്റ് കിട്ടും. 4 ഡിസ്റ്റിങ്ക്ട് കോസെറ്റ്സ്, 4 ഡിസ്റ്റിങ്ക്ട് എന്തേ ഉള്ളൂ? 4 ഡിസ്റ്റിങ്ക്ട് ഇക്വാലൻസ് ക്ലാസ്സസ് ഉണ്ട്. ഈ ഇക്വാലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എന്തായി? ഇസഡ് ആയിട്ട് കിട്ടി. 4 ഡിസ്ജോയിന്റ് ആണ് അല്ലേ? and these 4 equivalence classes are and these 4 equivalence classes is disjoint അല്ലെ? ഇതെല്ലാം ഡിസ്ജോയിന്റ് അല്ലേ? കാരണം എന്താ, ഒരാൾക്കും ഇടയിലും കോമൺ എലമെന്റ്സ് ഇല്ലല്ലോ. ഈ രണ്ട് ക്ലാസ്സുകൾക്കിടയിൽ ഏതെങ്കിലും കോമൺ എലമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്ലാസ്സിനിടയിൽ കോമൺ എലമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇത് നോക്കിയാൽ ഈ 4 സെറ്റുകൾക്കിടയിൽ ഒരിക്കലും കോമൺ എലമെന്റ്സ് ഇല്ല. അതുകൊണ്ട് 4ഉം പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണ്.
സീറോന്റെ ക്ലാസ്സും 1ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി ആണ്. സീറോന്റെ ക്ലാസ്സും 2ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി ആണ്. സീറോന്റെ ക്ലാസ്സും 3ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി ആണ്. 1ന്റെ ക്ലാസ്സും 2ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി. 1ന്റെ ക്ലാസ്സും 3ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി. 2ന്റെ ക്ലാസ്സും 3ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എം ടി ആണ്. ഇന്റർസെക്ഷൻ എം ടി ആണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണ്. അപ്പോൾ ഇതെന്തായി? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡെഫിനിഷൻ പഠിച്ചത് എന്താണ്? പാർട്ടീഷന്റെ ഡെഫിനിഷൻ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഒരു സെറ്റിനെ ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് സബ്സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ആ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? ഹെൻസ് set of all equivalence classes 0, 1, 2 and 3 is a partition of a set. അപ്പോൾ 4 കഷ്ണങ്ങളായിട്ട് ഇസഡിനെ മുറിക്കാൻ പറ്റും. ഏത് റിലേഷൻ ഉപയോഗിച്ചിട്ട് 4 കഷ്ണങ്ങളായിട്ട് ഇസഡിനെ മുറിക്കാൻ പറ്റും? ഏത് റിലേഷൻ ഉപയോഗിച്ചിട്ടാ? ഈ റിലേഷൻ ഏതാ? എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി 4 ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ. ഈ റിലേഷനെ വിളിക്കുന്ന പേര് കോൺക്രുവൻസ് മോഡുലോ 4 എന്നാണ്. ദിസ് റിലേഷൻ ഈസ് കോൾഡ് കോൺക്രുവൻസ് മോഡുലോ 4 എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ പേര് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇത് കോൺക്രുവൻസ് മോഡുലോ 4. അതുപോലെ തന്നെ 4ന് വരെ 5 കൊടുക്കാം, 6 കൊടുക്കാം, 7 കൊടുക്കാം, 1 കൊടുക്കാം, 1 കൊടുക്കണ്ട 2 കൊടുക്കാം, 3 കൊടുക്കാം. വേറെ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും. 1, 2, 3, 4, 5 ഒക്കെ കൊടുക്കുമ്പോൾ the relation R on Z by X related to Y if and only 4 divides X minus Y in 5 divides X minus Y, 6 divides X minus Y, 7 divides X minus Y, 8 divides X minus Y. അപ്പോൾ അതെല്ലാം ഇത്തരത്തിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇക്വാലൻസ് റിലേഷൻ എക്സാമ്പിൾ ആണ്. ഇക്വാലൻസ് റിലേഷനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. ഇതേപോലെ നിങ്ങൾ 3ന്റെയും 5ന്റെയും ഹോംവർക്ക് ആയിട്ട് ചെയ്തോളാം. ഇതുപോലെ find the equivalence class of the equivalence relation X related to Y if and only 5 divides X minus Y. ഇതുപോലെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ ഏതാ? X related to Y if and only Z ആണ്. ഇവിടെ Z തന്നെ. if and only 3 divides X minus Y. അടുത്ത നാലാമത്തെ എക്സാമ്പിൾ. ഇത് രണ്ടും 3 ആയല്ലോ. ഇവിടെ സെക്കൻഡ്, ഇതിനെ തേർഡ് വായിക്കാം. അടുത്തത് നാലാമത്തത് define a relation R on the set Z by define the relation R on the set Z by X related to Y if and only if A square is equal to B square. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ആവുന്നത് എങ്ങനെയാണ്? എ സ്ക്വയറും ബി സ്ക്വയറും ഐഡന്റിക്കൽ. അപ്പോൾ ഇവിടുത്തെ റിലേഷനിൽ എങ്ങനെയായിരിക്കും? റിലേഷനിൽ എലമെന്റ്സ് എങ്ങനെയായിരിക്കും?
ഓർഡറുടെ പേര് 0 0 കാണാം, കാരണം 0 സ്ക്വയറും 0 സ്ക്വയറും സെയിം ആണ്. 1 1 കാണും അല്ലേ, കാരണം 1 സ്ക്വയറും 1 സ്ക്വയറും സെയിം ആണ്. 1 -1 കാണും, കാരണം -1 സ്ക്വയറും 1 സ്ക്വയറും സെയിം ആണ്. അതുപോലെ -1 1 ഉണ്ടാവും, കാരണം ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ സെയിം ആണ്. അതുപോലെ തന്നെ -1 -1 ഉണ്ടാവും. അതുപോലെ അടുത്ത ആര് വരും? 2 2 വരും. 2 രണ്ടിന്റെ സ്ക്വയർ സെയിം അല്ലേ? 2 -2 വരും, രണ്ടിന്റെ സ്ക്വയർ സെയിം അല്ലേ? -2 2 വരും, രണ്ടിന്റെ സ്ക്വയർ സെയിം അല്ലേ? -2 -2 വരും, രണ്ടിന്റെ സ്ക്വയർ സെയിം അല്ലേ? ശരിയാണോ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ വരും. ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണോ? ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണോ? ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണോ? ഇവിടെ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ആവണം അല്ലേ? ഞാന് ആകുന്ന ഏത് സെറ്റാ? ഇന്റിജർ സെറ്റ്. ഇന്റിജർ സെറ്റിൽ നിന്ന് സെറ്റ് എടുത്തു. ശരിയാണല്ലോ? നമുക്ക് അറിയാലോ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നറിയാലോ. ശരിയല്ലേ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് അറിയാമ്പോ എ റിലേറ്റഡ് ടു എ എന്ന് എഴുതി കൂടെ? ശരിയല്ലേ? എ റിലേറ്റഡ് ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു സെറ്റ്. അപ്പൊ എന്തായി? പ്ലസ് R is reflexive on set of all integer set. അടുത്ത 2. Suppose x related to y. x related to y ആണെങ്കിൽ y related to x എന്ന് കാണിക്കണ്ടേ? അപ്പോഴല്ലേ എന്താവുള്ളൂ? സിമെട്രിക് ആവുള്ളൂ. എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ നമുക്ക് എന്തറിയാം? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇവിടെ തിരിച്ചെഴുതുന്നതിൽ വിരോധമല്ലോ. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നിരുന്ന് കുഴപ്പമില്ല. അപ്പോൾ വൈ റിലേറ്റഡ് ടു എക്സ് ആവുമല്ലോ. വിച്ച് ഇംപ്ലൈസ് ആർ ഈസ് എന്തായി? സിമെട്രിക് ആയി. ആർ സിമെട്രിക് ഓൺ ഇസഡ് ആയല്ലോ. ഇനി ആർ ട്രാൻസിറ്റീവ് ആണെന്ന് എങ്ങനെ കാണിക്കാം? സപ്പോസ് രണ്ടെണ്ണം വേണം അല്ലെ? എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി വേണം. സപ്പോസ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ. ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. So that is a square is equal to b square. A square is equal to b square is equal to c square. അതിന്റെ മീനിങ് എന്താ? a square is equal to c square ആയല്ലോ. a square is equal to c square ആണെങ്കിൽ a related to c ആവൂലേ? ശരിയല്ലേ? a square ഉം c square ഉം സെയിം ആണെങ്കിൽ therefore എന്തായി? നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? a related to b എന്നും a related to c എന്നും തുടങ്ങി എവിടെ എത്തി? a related to c ആയി. Therefore R is transitive. R is symmetric അല്ലേ? A related to B യും B related symmetric പറഞ്ഞ transitive. R is transitive on Z. Reflexive, symmetric and transitive ആയല്ലോ. അപ്പോൾ R എന്തായി? Thus R is an equivalence relation on Z. Thus R is an equivalence relation on Z. Set of all integer set Z ആണ്. R is an equivalence class, equivalence relation on Z. Z എന്ന ഇന്റിജർ സെറ്റിലെ R എന്ന റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആയി കിട്ടിയല്ലോ. നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഇക്വാലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാം അല്ലെ? എങ്ങനെ ഇക്വാലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യണേ? ഞാൻ ഒരു ഇക്വാലൻസ് ക്ലാസ് ലെറ്റ് x element of 0
zero element of z. Then the equivalence class determined by 0 എന്താണോ? Then the equivalence class determined by 0 എന്താണ്? In the equivalence class determined by 0. Equivalence class determined by 0 denote in the symbol alle. ഇങ്ങനെ define ചെയ്യുന്ന set of all x in z such that x related to 0. അതാരാ? Set of all x in z such that x related to 0 and meaning എന്താ? 4 divides x minus അല്ല അങ്ങനെയല്ല, ഇവിടുത്തെ റിലേഷൻ എന്താ? അങ്ങനെ എഴുതിക്കളായിരുന്നു. x related to 0 ഇവിടുത്തെ ഡെഫിനിഷൻ എന്താ? x square is equal to ഇവിടുത്തെ റിലേഷൻ എങ്ങനെയാ? ഇതല്ലേ? a square is equal to b square എന്നാണ്. അപ്പോൾ x related to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ x square is equal to 0 square. അപ്പൊ നോക്കിയേ, എങ്ങനെയുള്ള എക്സുകളാണ് ഇവിടെ വേണ്ടത്? ഇസഡിലെ എക്സുകളാണ്. എങ്ങനെയുള്ള എക്സുകളാണ്? എക്സ് സ്ക്വയറും സീറോ സ്ക്വയറും. സീറോ സ്ക്വയറിന് സീറോ അല്ലേ? അപ്പൊ ആരുടെയൊക്കെ സ്ക്വയർ ആ സീറോ വരണേ? സീറോന്റെ സ്ക്വയർ മാത്രമേ സീറോ വരുള്ളൂ. അതുകൊണ്ട് സീറോന്റെ കോൺസ്റ്റന്റ് ക്ലാസ്സിൽ സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത് 1 എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്റിജർ സെറ്റ്. അടുത്ത ക്ലാസ്സിലുള്ള സമയം സർ. അതിൽ 1 എടുക്കുക, 2 എടുക്കുക, 3 കംപ്ലീറ്റ് ചെയ്യണേ. ഇവിടുത്തെ ഇക്വാലൻസ് ക്ലാസ്സസ് ഏതൊക്കെയാണ് അടുത്ത ദിവസം പറയണം കേട്ടോ.